നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയെ താറുമാറാക്കിയ കൊറോണ വൈറസിൽ കരകയറുന്നതിനിടയിൽ വീണ്ടും ലോകത്തെ കൊറോണ കീഴ്പ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ ഏവരും തന്നെ. അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. US-ലും ഓസ്ട്രേലിയയിലും കോവിഡ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളിലും ആദ്യമായാണ് കോവിഡ് അഥവാ കൊറോണ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. US തലസ്ഥാനമായ വാഷിംഗ്ടണിൽ 50 വയസ്സ് പിന്നിട്ട ഒരു പുരുഷനാണ് മരിച്ചതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊറോണ പടരുന്നത് തടയുന്നതിനായി US മെക്സിക്കൻ അതിർത്തി വഴി US-ലേക്ക് എത്തുന്നതിൽ വിലക്കും ഏർപ്പെടുത്തി. ഓസ്ട്രേലിയയിലെ പെർത്തിൽ 70-കാരനാണ് മരിച്ചത്. വൈറസ് ബാധ കൂടുതലുള്ള ദക്ഷിണ കൊറിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തു. ചൈനയിൽ ഇന്നലെ മാത്രം 35 പേർ മരിക്കുകയും ചെയ്തു. ചൈനയിലെ മരണസംഖ്യ ദിനംപ്രതി കുറയുന്നുണ്ടെങ്കിലും ഇത് ലോകവ്യാപകമായി പടരുന്നത് ഏറെ ആശങ്കാജനകം തന്നെയാണ്. അതിനിടെ ഇറാനിലും ദക്ഷിണ കൊറിയയിലും ഇറ്റലിയിലും സ്ഥിതി അതീവ ഗുരുതരമായി വരികയാണ്. MP ഉൾപ്പെടെ 43 പേർ COVID-19 അതായത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചതോടെ ഇറാൻ പാർലമെന്റ് അടയ്ക്കുകയും ചെയ്തു. US തലസ്ഥാനമായ വാഷിംഗ്ടണിലും ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. വൈറസ് ബാധയിൽ 3 നഗരങ്ങൾ നിശ്ചലമായ ഇറ്റലിയിൽ മരണസംഖ്യ 29ആയി ഉയർന്നിരിക്കുകയാണ്. 1000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഫ്രാൻസിൽ 100 പേർക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേളയായ ITB ബെർലിൻ ചരിത്രത്തിൽ ആദ്യമായി ജർമ്മനി റദ്ദാക്കിയ വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അസർബൈജാൻ, മെക്സിക്കോ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്നലെ രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഖത്തർ അടക്കം ഗൾഫ് രാജ്യങ്ങളിലും രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈറസ് ബാധ സ്ഥിരീകരിക്കാത്ത ഏക ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ്. US-ൽ 22 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ 47 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദക്ഷിണ കൊറിയയിൽ മരണം 17, ഇറാനിൽ മരണം 43. ഇന്നലെ 593 പേർക്ക് കൂടി ഇറാനിൽ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതർ ദക്ഷിണ കൊറിയയിലാണ്. 3150 പേരാണ്. ഉംറ തീർത്ഥാടനം നിർത്തിവച്ചിരിക്കുകയാണെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും മക്ക, മദീന നഗരങ്ങളിലേക്ക് പ്രവേശനമില്ലെന്നും സൗദി വ്യക്തമാക്കുകയുണ്ടായി. ഇതിലൂടെ കടുത്ത പ്രതിസന്ധിയിലാണ് പ്രവാസികൾ ഏവരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.